ഹലോ, വെൽക്കം ടു മൈ ചാനൽ കിമയ. ഞാൻ ഒരു ഉടുപ്പിൻ്റെ കട്ടിങ് ഇട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ ഇടുന്നത്. ആദ്യമായിട്ട് നമുക്ക് 2 പീസാണുള്ളത്. ഈ 2 പീസിൽ ഒരു പീസ് ബാക്ക് ഓപ്പൺ, അതായത് ബാക്ക് പീസ് എടുത്തിട്ട് ഒരു 3 ഇഞ്ച് വല്ല ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഓപ്പൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഫ്രില്ലാണ് പിടിപ്പിക്കാനുള്ളത്, അതായത് ചുരുക്കാണ്. ചുരുക്കെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചുരുക്കിടണം. കണ്ടോ? ഇങ്ങനെ ഈ രീതിയിൽ ചുരുക്കിട്ട് വേണം ഇതേൽ പിടിപ്പിക്കാൻ. അപ്പം അത് തയ്ക്കുന്നത് ഇങ്ങനെ നേരിയ ചുരുക്ക് നിങ്ങൾക്ക് ഇടാൻ അറിയാമല്ലോ. എന്നിട്ട് ഇതിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ ചുരുക്കിടുക. ചുരുക്കിട്ടതിന് ശേഷം അത് വെച്ച് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത് അടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കിതിൽ ചരട് വരുന്നുണ്ട്. ഒരു 2 ചരട് കൂടെ 2 സൈഡിലാവുമ്പോൾ ഈ 2 ചരട് വെച്ച് കൊടുക്കണം, നമുക്കിത് കെട്ടാൻ വേണ്ടി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ വെക്കേണ്ടത് മുകളിൽ നിന്ന് ഒരു 5 ഇഞ്ച് താഴെയായിട്ട് കൊടുക്കണം ചരട്. അഞ്ച് ഇഞ്ച് താഴെയാണ് ചരട് കൊടുക്കേണ്ടത്. വീണ്ടും അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങനെ അളന്ന് നോക്കുക. ഒരു 4 ഇഞ്ച് താഴ്ത്തി വീണ്ടും ചരട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റും തയ്ച്ചെടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ 2 വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ? ഇങ്ങനെ അടിച്ചെടുക്കുക. വള്ളിയും വെച്ചു, വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കണ്ടോ, ഇതുപോലെ തന്നെ മറ്റേ സൈഡും അടിച്ചെടുക്കുക. ഇത് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും ചുരുക്കിട്ട് കഴിഞ്ഞു. ഇത് ഫ്രണ്ട്, ഇത് നല്ല വശമാണ്. ഇത് ബാക്കിൻ്റെ നല്ല വശം. നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഷോൾഡർ അടിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ട? ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ ഈ തുമ്പൊക്കെ അങ്ങ് വെട്ടി കളയണം, അല്ലെങ്കിൽ അത് ഒരു വൃത്തികേടായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ തയ്ക്കുമ്പോൾ തുടങ്ങുമ്പോൾ അതിൻ്റെ നൂല് കാണും. അത് കഴിഞ്ഞ് അത് ലാസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ എൻഡിങ്സൊക്കെ ശരിയാക്കി എടുക്കണം, ഇല്ലെങ്കിൽ വൃത്തികേടാണ്. നമുക്കൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ടിരിക്കും. ഓക്കെ, അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴുത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കഴുത്ത് ഫ്രണ്ടും ബാക്കും കഴുത്ത് ഫിനിഷ് ചെയ്യണം. കണ്ടോ? ഇതാണിപ്പോൾ ഉടുപ്പ് വന്നേക്കണത്. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. കണ്ടോ? വന്നു ചരട് ഇതെല്ലാം കണ്ടല്ലോ. ഇനി ഈ കഴുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യണം. കുട്ടികളുടെ കഴുത്ത് നന്നായി കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാക്ക് ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ 2 സൈഡ് ഓപ്പണായിട്ട് എന്തിനാണ് ഇങ്ങനെ വീണ്ടും ബാക്കിലൊരു ഓപ്പണിങ് എന്ന്. അപ്പോൾ നമുക്ക് കഴുത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിങ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഓപ്പണിങ് ചെയ്യാം. ഓപ്പൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് അടിക്കുക. കണ്ടോ? ഇതിങ്ങനെ വെച്ചിട്ട് അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ മറ്റേ ഉടുപ്പിലും ഇത് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അടിച്ചു കൊടുക്കുക.
നമ്മൾ എപ്പോഴും ഈ നെക്കൊക്കെ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അടിക്കാൻ. വലിച്ചു പിടിച്ചടിക്കരുത്. രണ്ട് സൈഡും, അതായത് നമ്മൾ വെക്കുന്ന പീസും ആ വെട്ടിയ ബോഡിയുടെ പീസും കറക്റ്റായിട്ടിരിക്കണം. അല്ലാതെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ വലിച്ച് തയ്ക്കാൻ പാടില്ല. എപ്പോഴും രണ്ടും ഒരേ ലെവൽ, ഒരേ ടെൻഷനായിരിക്കണം. ടെൻഷൻ ക്ലിയർ ചെയ്ത് വേണം നമ്മൾ അടിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ കഴുത്ത് വല്ലാതെ ഇരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മളൊന്ന് മടക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഫിനിഷിങ് കിട്ടത്തില്ല. അതാണ്. ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കഴുത്ത് നമുക്ക് നന്നായി മടങ്ങി ഇപ്പുറത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ അവിടെ ഇവിടെ കട്ട് ചെയ്യാം. വീനക്കൊക്കെ ആണെങ്കിൽ ആ പോർഷനിൽ തന്നെ, ആ വീട് ആ പോർഷനിൽ തന്നെ, സ്ക്വയർ ആണെങ്കിലും അതുപോലെ തന്നെ നന്നായി കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് മടങ്ങി വീഴുകയുള്ളൂ. ഇതിനെ പതിച്ചടി കൊടുക്കും. കണ്ട, ഇങ്ങനെ വെച്ച് അങ്ങനെ അടിച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി വെച്ച് അടിക്കും. കഴുത്ത് ഫിനിഷായി. നൈറ്റി ആയാലും ചുരിദാർ ആയാലും ഒക്കെ തയ്ക്കുമ്പോൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ കഴുത്തിൻ്റെ ഈ നെക്ക് അടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ തയ്യൽ അപ്പുറത്തേക്ക് പോകും. അതായത് ഞാൻ എടുക്കുമ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ. അതുപോലെ തന്നെ റൗണ്ട് ആണെങ്കിൽ ആ റൗണ്ടിൽ തന്നെ അടിച്ചു പോകണം, വലിച്ചു പിടിച്ച് നേരെ വെച്ച് അടിക്കരുത്. കണ്ടോ, ഇങ്ങനെ ആ റൗണ്ട് വെച്ച് തന്നെ അടിച്ചു പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. നമ്മുടെ ഉടുപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ബാക്കിൽ ഒരു ഹുക്കോ ഒരു ബട്ടണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. കുഞ്ഞു വാവയല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു ഇതായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ഉടുപ്പ്. ഓക്കെ, ഇത് വാവയ്ക്ക് മാത്രമല്ല 1 വയസ്സ് മുതലും നമുക്കിടാം. ഇപ്പോൾ ജീൻസിൻ്റെ ടോപ്പായിട്ടൊക്കെ ഇത് വരുന്നുണ്ട്. കണ്ടോ കെട്ട്. ഇതിപ്പോൾ ഈ കെട്ട് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചൊന്ന് പതിഞ്ഞടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഉടുപ്പ് കണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും കെട്ടുക. അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ലൂസാക്കി വേണേൽ ലൂസാക്കി എങ്ങനെ വേണേലും കെട്ടിയിട്ട് കൊടുക്കാം. ഇതാണ് ഉടുപ്പ്. അപ്പോൾ ഇന്നത്തെ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. ഇനി ഇതിന് 2 എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഉടുപ്പിൽ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് കാട്ടിത്തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോവാണ്. ഓക്കെ, ബൈ. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.